എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ആ കത്ത്. ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട സമയത്താണ് എനിക്ക് ആ കത്ത് ലഭിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സിസ്റ്ററിൻ്റെ കത്തും ഫോൺ വിളിയും 18 വർഷമായിട്ടും ഒരു ആശ്വാസമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സിസ്റ്ററിൻ്റെ സാന്നിധ്യം നല്ലോണം ഉണ്ട്. കൃപയായി മാറ്റണേ നാദാ, കണ്ണുനീർ കാണിക്കയായി കാസയിലർപ്പിക്കുന്നു നാദാ. 2003 മാർച്ച് 10-ാം തീയതിയിലെ ഒരു അനുഭവമാണ് ആശ്വാസ് ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചത്. മരടും എടക്കാട്ടുവയലും ഉറങ്ങാത്ത രാത്രി എന്ന തലക്കെട്ട് ഞാൻ ദീപിക പത്രത്തിൽ വായിക്കുകയുണ്ടായിരുന്നു. എടക്കാട്ടുവയലിൽ നിന്നും മരടിൽ നിന്നും തീർത്ഥയാത്രയ്ക്കായി വേളാങ്കണ്ണിയിലേക്ക് പോയവർ ദിണ്ടിക്കലിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് 17 പേര് മരിച്ചു. ഡോൺ എന്ന ആ പയ്യൻ ഈ 7 പേരുടെയും മൃതദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് വിതുമ്പുന്ന രംഗമാണ് എൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിയത്. 2003 മാർച്ച് 9-ാം തീയതിയാണ് എൻ്റെ വീട്ടിൽ അപകടം നടക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്നും വേളാങ്കണ്ണിക്ക് പോയ 7 പേര്, അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മ, ചേട്ടൻ, ചേട്ടത്തി, അനിയൻ, ചേട്ടൻ്റെ കുട്ടികൾ, ഇവരെല്ലാവരും ആക്സിഡൻറ്റിൽ പെട്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ആശ്വസിപ്പിക്കണം. ഞാൻ ആദ്യമായി അവന് എഴുത്തെഴുതി. എല്ലാവരും ഷവറൊക്കെ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ് സിസ്റ്റർ ടെസ്സി കൊടിയലിൻ്റെ ലെറ്റർ എനിക്ക് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ജീവൻ തന്നെ മടുത്തിരിക്കുന്ന സമയം. ഞാൻ എന്ത് ചെയ്യണം, ജീവിക്കണോ മരിക്കണോ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ നിൽക്കുമ്പോഴാണ് സിസ്റ്റർ ടെസ്സി കൊടിയലിൻ്റെ ലെറ്റർ എനിക്ക് വരുന്നത്. അതിൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് ജീവിക്കാൻ തന്നെ ഒരു പ്രചോദനമായത് ആ കത്താണ്. ആശ്വാസ് എന്ന പേര് ഞാനിങ്ങനെ സിസ്റ്റർ മരിയ പോളും ഞാനും കൂടി ആശ്വാസ് ശുശ്രൂഷയിൽ എഴുത്തെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ സാന്ത്വനം എന്നൊക്കെ പേരായിരുന്നു ആദ്യം വന്നിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഈശോ എൻ്റെ ചെവിയിലേക്ക് മന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നി, ആശ്വാസ്. പിന്നീട് ഞാൻ കേട്ടത് ജീസസ് ഹീൽസ് യുവർ വൂണ്ട്സ്. ആദ്യകാലത്ത് നമുക്കറിയാം ലെറ്ററുകളാണ് നമ്മളെ കമ്മ്യൂണിക്കേഷന് ഏറ്റവും അധികം സഹായമായിരുന്നത്. പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ, പ്രത്യേകിച്ച് അപകട മരണങ്ങൾ, അകാല മരണങ്ങൾ, അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്കാണ് ഞാൻ ലെറ്റർ അയച്ചു തരുന്നത്. 2011 എൻ്റെ ഭർത്താവ് എന്നെ വിട്ട് പിരിഞ്ഞപ്പോൾ ഇപ്പോൾ 10 വർഷമായി. 2003 ജൂൺ 4-ാം തീയതിയാണ് എൻ്റെ പിള്ളേരുടെ അപ്പച്ചൻ മരിക്കുന്നത്. 2008 സെപ്റ്റംബർ 15-ാം തീയതിയാണ് എൻ്റെ ഭർത്താവ് നിര്യാതനായത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ പകച്ച സന്ദർഭത്തിലാണ് സിസ്റ്റർ ടെസ്സിയുടെ കത്ത് എനിക്ക് ലഭിച്ചത്. ചില സന്ദർഭങ്ങളിലെല്ലാം താങ്ങാനാവാത്ത വിഷമത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ സിസ്റ്ററിൻ്റെ ഒരു ആശ്വാസമാണ്. 18 വർഷമായിട്ടും ആ ആശ്വാസത്തിൻ്റെ കീഴിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സിസ്റ്ററിൻ്റെ ജീവിതത്തിലേക്ക് ഭയങ്കര ഒരു ആശ്വാസമായിട്ടാണ് കടന്നു വന്നത്. ഈ കേരളത്തിലുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും പറന്നെത്തണമെന്നാണ്, പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖം അനുഭവിച്ച് തകർന്നു കഴിയുന്ന മക്കളിലേക്ക് ഓടിയെത്തണമെന്നാണ്